പാണ്ടനാട് CBL ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നു. ഇതാണ് ഫിനിഷിംഗ് ലൈൻ. മുളങ്കാട് ഒഴുകി വരുന്നത് കമ്മിറ്റിക്കാര് മാറ്റിക്കൊടുക്കുന്നു. ഒന്നാം ട്രാക്കിൽ നിരണം NBC നിരണത്തിന്റെ നിരണം, രണ്ടാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വീയപുരം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം. ഒന്നാം ഹിറ്റ്സ് ഇതാ കടന്നു വരുന്നു. തീപാറുന്ന പോരാട്ടവുമായി ഒന്നാം ഹിറ്റ്സ്. വ്യത്യാസമാണ് രണ്ടാം സ്ഥാനത്തുള്ള മേൽപ്പാടവും ഒന്നാം സ്ഥാനത്തുള്ള വീയപുരം ചുണ്ടനും. നാലാം സ്ഥാനത്ത് 41 പോയിന്റ് നീന്തി തുടിക്കുന്ന നിരണം. റിയൽ ഫൈറ്റർ നിരണമത പോരാട്ടവുമായി നിരണം വീയപുരം മേൽപ്പാടം. സെക്കൻഡുകള് പോലും വ്യത്യാസമില്ലാതിങ്ങനെ കടന്നു പോകുമ്പോ ആര് ജയിച്ചു എന്ന് ജഡ്ജസ് വിലയിരുത്തട്ടെ. ഇതാണ് മത്സരം. ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കുമാർ ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഈ പമ്പയാറെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് ജലോത്സവ പ്രേമികളുടെ നെഞ്ചിടിപ്പിന് മിന്നൽ പിണറിന്റെ ഒരടി വ്യത്യാസത്തിൽ വീയപുരം ഒന്നാം ഹീറ്റ്സിന്റെ ജേതാവായിരിക്കുന്നു. രണ്ടാം ഹീറ്റ്സിൽ കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ എമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകത്തിന്റെ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന. തീവാറുന്ന പോരാട്ടവുമായി രണ്ടാം ഹീറ്റ്സ് കടന്നു വരുന്നു. നിരണവും മേൽപ്പാടവും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. നീന്തി തുടിച്ചു വരികയാണ് ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്. ഒരു മാലാഖയെ പോലെ നടുവിലെ പറമ്പൻ വൻ ലീഡ് എടുത്തു വരുന്നു. രണ്ടാമതായി കാരിച്ചാല്, മൂന്നാം സ്ഥാനത്തേക്ക് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന. നടുവിലെ പറമ്പൻ അരവള്ളപ്പാട് ലീഡിൽ കടന്നു വരുന്നു. നടുവിലെ പറമ്പൻ നല്ല ലീഡിൽ. നടുവിലെ പറമ്പൻ ഒരു വള്ളപ്പാടിന് വിജയിയായിരിക്കുന്നു. രണ്ടാമതായി കാരിച്ചാൽ ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമതായി ചെറുതന. ഒരു വള്ളപ്പാടിന്റെ ലീഡിൽ നടുവിലെ പറമ്പൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒന്നാം ഹീറ്റ്സ് വിജയിയായ വീയപുരം ചുണ്ടൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരികെ പോകുന്നു. മൂന്നാം ഹീറ്റ്സ് കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ, മൂന്നാം ട്രാക്കിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം. ഇതാ കടന്നു വരുന്നു ഹീറ്റ്സ് നമ്പർ 3. സ്ഥാനത്ത് നിലകൊള്ളുന്ന ചമ്പക്കുളവും നടുഭാഗവും പായിപ്പാടനും ചമ്പക്കുളവും തമ്മിലുള്ള തീവാറുന്ന പോരാട്ടം. മൂന്നാം ഹീറ്റ്സ് ഉടൻ തന്നെ കടന്നു വരുന്നു. നടുഭാഗം
ഇത് ഒന്നാം ട്രാക്കിൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. 1-ൽ നടുഭാഗം, 2-ൽ പായിപ്പാടൻ, 3-ൽ ചമ്പക്കുളം. വിടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ തയ്യാറായി. രണ്ടാം ഹീറ്റ്സിലെ വിജയിയായ നടുവിലെ പറമ്പൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരികെ പോകുന്നു. ഒന്നാം ട്രാക്കിൽ നടുഭാഗം, 2-ൽ പായിപ്പാടൻ, 3-ൽ ചമ്പക്കുളം. അത് ഒന്നാം ട്രാക്കിൽ പുന്നമടയുടെ നടുഭാഗം ഒമ്പൻ ലീഡെടുത്ത് വരുന്നു. 2-3 വള്ളപ്പാടിന് ലീഡെടുത്ത് വരുന്നു. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം വള്ളപ്പാടിന് ലീഡെടുത്ത് ഫിനിഷ് ചെയ്തു. 5 വള്ളപ്പാട് ലീഡിൽ പുന്നമടയുടെ നടുഭാഗം ഫിനിഷ് ചെയ്യുന്നു. രണ്ടാമതായി കുമരകം ടൗൺ ബോട്ട് ക്ലബും ചമ്പക്കുളവും തമ്മിൽ വാശിയേറിയ മത്സരം. കുമരകം ടൗൺ ബോട്ട് ക്ലബ് അല്പ ലീഡിൽ, 10 തൊടപ്പാട് ലീഡിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്. മൂന്നാമതായി ചമ്പക്കുളം. അഞ്ച് വള്ളപ്പാട് ലീഡിൽ പുന്നമടയുടെ നടുഭാഗം മൂന്നാം ഹീറ്റ്സ് വിജയിയായിരിക്കുന്നു. ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് അത് ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വള്ളംകളി പ്രേമികൾ ആവേശ കമ്മിറ്റികൾ കടന്നു പോകുന്നു. ആവേശ കമ്മിറ്റികൾ സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പാണ്ടനാട് ചെങ്ങന്നൂരിൽ നടക്കുന്ന 4ാമത്തെ CBL മത്സരമാണിത്. ഏറ്റവും നല്ല മത്സരവേദി ആയിരുന്ന ഈ നാട്ടിലെ ബഹുമാന്യരായ ജനപ്രതിനിധികളും പാണ്ടനാട് പാലം തിങ്ങി നിറഞ്ഞ് കാണികൾ. നേരത്തെ ബഹുമാനായ ഡോക്ടർ അൻസാർ അവர்கள் സൂചിപ്പിച്ചതുപോലെ VIP ഗാലറി ഡിസംബർ 6-ാം തീയതി ഇപ്പോഴത്തെ കലണ്ടർ അനുസരിച്ച് കൊല്ലത്ത് സമാപിക്കും. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടം കടന്നു പോകുന്നു. അത്യന്തം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുന്നമടയുടെ നടുഭാഗം കടന്നു വരുന്നു. ഒരു പറ്റം ജലോത്സവ രംഗത്തെ തഴക്കവും പഴക്കവും ചെന്ന സംഘാടകരുടെ മേൽനോട്ടത്തിൽ ഈ മത്സരമാകെ സംഘടിപ്പിക്കുകയാണ്. ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കാരണം നമുക്ക് നിരവധി വിശിഷ്ടാതിഥികളെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മത്സരത്തിന്റെ ആവേശമൊട്ടും ചോർന്നു പോകാതെ അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരത്തിന്റെ 2ാം പകുതി ഉടൻ തന്നെ ആരംഭിക്കും. നല്ല പോരാട്ടം കാഴ്ചവെച്ച നടുഭാഗം. നേരത്തെ ഇന്ന് മത്സരം പക്ഷേ ഫൈനലിൽ കയറിയില്ല. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഫൈനലിൽ ദേശീയ ഗാനവും കഴിഞ്ഞ് നമുക്ക് അടുത്ത മത്സരവേദി ആയ കായംകുളത്തേക്ക് നീങ്ങാം. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഈ മഹാമേളയെ വിജയിപ്പിക്കാൻ അക്കര സൈഡ് ഇതിനു വേണ്ടി മുളങ്കാടിനുള്ളിൽ നിറഞ്ഞ സഹായിച്ച എല്ലാവരോടും ബാബു, ജഡ്ജ് ശ്രീ കുമ്മനം അഷ്റഫ്, ചീഫ് മാർഷൽ സുരേഷ് കുമാർ കെ, ചീഫ് ടൈം കീപ്പർ ശ്രീ സുൽകുമാർ TS, ടൈം കീപ്പർ ശ്രീ സുബീഷ് S, ടൈം കീപ്പർ ശ്രീ ടോൺ BT, ടൈം കീപ്പർ ശ്രീ S ഗോപാലകൃഷ്ണൻ. പാണ്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ. സ്നേഹം കൊണ്ട് ദേഷ്യത്തെയും സത്യം കൊണ്ട് ഹിംസയെയും കീഴടക്കാം. മഹാത്മാഗാന്ധിജി. ചായക്കട മുട്ടൻ കച്ചവടം. നമ്മുടെ ഊത്ത്
ആവേശ കമ്മിറ്റികൾ ഇന്റർവെൽ വ്യൂസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരുടെയും മനോഹരമായ ഡാൻസുകൾ. കേരള സർക്കാർ കൊടുക്കുന്ന നല്ല റമ്മിന്റെ പരസ്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഫൈനൽ മത്സരങ്ങൾ തുടങ്ങേണ്ടതാണ്. അവരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. നമ്മൾ നേരത്തെ ആവേശത്തിന്റെ ലഹരിയിൽ കുളിർക്കാറ്റായി മാറുമ്പോൾ അസിസ്റ്റന്റ് സ്റ്റേറ്റ് കൗൺസിൽ ഡെപ്യൂട്ടി ചീഫ് സ്റ്റാർട്ടർ ഷിരടി മുരളി സ്റ്റാർട്ടർ. ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന, രണ്ടാം ട്രാക്കിൽ ചമ്പക്കുളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം, മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ. ഒന്നാം ട്രാക്കിലെ ചെറുതന വമ്പൻ ലീഡിൽ കടന്നു വരുന്നു. രണ്ടാം ട്രാക്കിൽ ചമ്പക്കുളം അല്പപ്പുറകിൽ, മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ വിട്ടുകൊടുക്കുന്നില്ല. വമ്പൻ ലീഡെടുത്ത് ചെറുതന കടന്നു വരുന്നു. വള്ളപ്പാടുകളുടെ ലീഡിൽ ചെറുതന ഊരിമാറി മുന്നേറുന്നു. വള്ളപ്പാടുകൾക്ക് ലീഡെടുത്ത് തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടൻ. ഒരു വള്ളപ്പാട്, ഒന്നര വള്ളപ്പാട്, രണ്ട് വള്ളപ്പാട് ലീഡിൽ ചെറുതനയുടെ തെക്കേക്കര ബോട്ട് ക്ലബ്. രണ്ടാമതായി കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ കടന്നു വരുന്നു. ഒന്നര വള്ളപ്പാടിന് പുറകിലായി കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമതായി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം. ഒന്നര വള്ളപ്പാടിന്റെ ലീഡിൽ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ചെറുതന ഫസ്റ്റ് ലൂസേഴ്സിന്റെ വിജയിയായിരിക്കുന്നു. ലീഡിംഗ് ക്യാപ്റ്റൻ ജെയിംസ് കുട്ടി കക്കാക്കുഴി. ചമ്പക്കുളം പോയിന്റ് പട്ടികയിൽ 12 പോയിന്റ്. 9ാം സ്ഥാനത്ത് സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ ക്യാപ്റ്റൻ. അത് ബൈജു ചേതങ്കരി ലീഡിംഗ് ക്യാപ്റ്റനെങ്കില് പായിപ്പാടൻ അനന്തു ഷാജി ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റൻ ജിമ്മി മച്ചാടിക്കരിയും കുമരകം ടൗൺ ബ്ലോക്ക് ബോട്ട് ക്ലബ്ബ് ബാക്ക് വാട്ടർ വാരിയേഴ്സിന്റെ ഒപ്പം ലൂസേഴ്സ് ഫൈനൽ കടന്നു വരുന്നു. ഒന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബിന്റെ നടുവിലെ പറമ്പൻ, രണ്ടാം ട്രാക്കിൽ പുന്നവട ബോട്ട് ക്ലബിന്റെ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. തീപാറുന്ന ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. നടുവിലെ പറമ്പൻ അല്പ ലീഡിൽ കടന്നു വരുന്നു. നടുവിലെ പറമ്പൻ വിജയിയായിരിക്കുന്നു. രണ്ടാമതായി പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം, മൂന്നാമതായി കാരിച്ചാൽ ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ഫിനിഷ് ചെയ്യുന്നു. 15 തുഴപ്പാട് ലീഡിൽ നടുവിലെ പറമ്പൻ വിജയിയായിരിക്കുന്നു. അഞ്ചാം സീസണിലെ 7ാം മത്സരത്തിന്റെ കലാശപ്പോര് ഇതാരംഭിക്കുവാൻ പോകുന്നു. ഒന്നാം ട്രാക്കിൽ
നീരണം 2-ൽ വീയപുരം 3-ൽ വേർപിച്ചിരിക്കുന്നു. തീവാറുന്ന ഫൈനൽ ആരംഭിക്കുന്നു. ഒന്നാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ വീയപുരം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ. പമ്പയുടെ വിരുമാറിൽ തീ കൊളുത്തിക്കൊണ്ട് ഫൈനൽ ഇതാ കടന്നു വരുന്നു. തീവാറുന്ന ഫൈനൽ കടന്നു വരുന്നു. പമ്പയുടെ വിരുമാറിൽ തീ കോരിയിട്ടുകൊണ്ട് വീയപുരം ചുണ്ടൻ അൽപ്പലീഡിൽ കടന്നു വരുന്നു. തീവാറുന്ന ഫൈനൽ കടന്നു വരുന്നു. വീയപുരവും മേൽപ്പാടവും നിരണവും തമ്മിൽ ശക്തമായ പോരാട്ടം. തീവാറുന്ന മത്സരം ഇതാ കടന്നു വരുന്നു. തീവാറുന്ന മത്സരം. വീയപുരവും നിരണവും മേൽപ്പാടവും തമ്മിൽ തീവാറുന്ന പോരാട്ടം. നിരണം ഒരൽപ്പത്തിന് മുമ്പിൽ, നിരണം അല്പത്തിന് മുമ്പിൽ, നിരണം ഒരൽപ്പത്തിന് മുമ്പിൽ, നിരണം. അങ്ങനെ വമ്പൻ പോരാട്ടത്തിൽ തീ കൊളുത്തിക്കൊണ്ട് വീയപുരവും മേൽപ്പാടവും നിരണവും തമ്മിൽ തീവാറുന്ന പോരാട്ടം കടന്നുപോയി. നഗ്നനേത്രങ്ങൾക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യമായതിനാൽ ജഡ്ജസിന് കൈമാറുന്നു. കാണികൾ ആവേശഭരിതരായ കാണികൾ, വീയപുരത്തിന്റെ കാണികൾ. കൈമാറുന്നു. വിജയി ആരാണ് എന്ന് തീരുമാനിക്കുന്ന മത്സരം ഔദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടാൽ അത് അനൗൺസ് ചെയ്യും. വിജയികൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയുമുള്ള സമ്മാന തുകകൾ യഥാക്രമം 1ഉം 2ഉം 3ഉം ഫൈനൽ വിജയിയായ നടുവിലെ പറമ്പൻ കടന്നു വരുന്നു. തകർപ്പൻ പോരാട്ടമായിരുന്നു നടുവിലെ പറമ്പൻ. അവസാനത്തെ 2 സെക്കൻഡിൽ മുന്നിൽ കയറി വീയപുരം വീണ്ടും ചെങ്കൊടി നാട്ടിയിരിക്കുന്നു. പാണ്ടനാടിന്റെ പമ്പയാറിന്റെ വിരിമാറിൽ വീയപുരം വീണ്ടും ചെങ്കൊടി നാട്ടിയിരിക്കുന്നു. വിജയ ചെങ്കൊടി. ഈ ഫൈനൽ മത്സരത്തിൽ 3ാം സ്ഥാനത്തെത്തിയത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ മേൽപ്പാടം ചുണ്ടനാണ്. വിജയ ചെങ്കൊടി പാറിച്ചുകൊണ്ട് വീയപുരം കടന്നു വരുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിയ വിജയി ഒരു തലനാരിഴയുടെ വ്യത്യാസത്തിൽ നിരണം ചുണ്ടനെ 2ാം സ്ഥാനത്താക്കിക്കൊണ്ട് ചാമ്പ്യൻഷിപ്പും 7ാമത് മത്സരവും വിജയിയായത് ഒരു കണ്ണിമ വെട്ടുന്ന വ്യത്യാസത്തിൽ നിരണം ചുണ്ടനെ 2ാമതാക്കിക്കൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുടങ്ങിയ വീയപുരം ജേതാവായി.